അടുത്തൊരു ക്വസ്റ്റ്യൻ പിന്നെ ഒരു സഹോദരി തന്നെയാണ്. അപ്പോൾ അവർ ഉപ്പാൻ്റെ ഒരു പ്രശ്നമാണ്. ഉപ്പ എല്ലാ കാര്യത്തിനും ഈ പെണ്ണിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക, ഈ സഹോദരിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. സ്നേഹത്തിലൊരു പെരുമാറലും ഉപ്പാക്ക് ചെറുപ്പം മുതലേ ഇല്ല എന്നാണ്. കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട്, ഇല്ല. പിന്നെ എന്താ വെച്ചാൽ ശാപവാക്കുകളെ പറയാം. ഉപ്പ എപ്പോഴും കുറ്റപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചീത്ത പറഞ്ഞു ശാപവാക്കുകൾ പറയും. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഗൾഫിൽ അദ്ദേഹത്തിന് ചെന്ന സമയത്ത് വലിയൊരു ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് എന്ത് പറയും, അതൊക്കെ നിൻ്റെ മോശം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ പറയുന്നത് കുട്ടികളെ മുമ്പിൽ വെച്ചാണ്. അപ്പോൾ കുട്ടികൾ ഇത് കേൾക്കുകയാണ്. കാരണം ഉമ്മാനെ പറ്റി സ്വന്തം ഉപ്പയാണ് എന്ത് ചെയ്യുന്നത്, വളരെ മോശമായി സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ട് എന്തില്ല, ഉപ്പാൻ്റെ അടുത്ത് നിൽക്കാൻ താല്പര്യമൊന്നുമില്ല. കുട്ടികളും തന്നെ ഉപ്പ വളരെ റഫായിട്ട് സംസാരിക്കും, കുട്ടികളും അതേപോലെ മറുപടി പറയും, കുട്ടികളെയും ചീത്ത പറയും. എന്നാൽ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ ഇവർക്ക് നിൽക്കാനുള്ള ഒരിടം ഇത് തന്നെയാണ്. എന്നാലും മനസ്സോടെ നിൽക്കുകയാണ്. പിന്നെ ഒരിക്കലും ഉപ്പാനോട് എന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞതിനൊക്കെ ഇവരെന്ത് ചെയ്തു, മാപ്പ് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും എന്താണ്, ഉപ്പ അതേ അവസ്ഥയിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉപ്പാക്ക് എപ്പോഴും കുറ്റാണ്. ഇത് വളരെ ദീർഘമായി അവർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സംസാരത്തിൽ ദേഷ്യപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയണത്. ഇനി ഇത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്, ഉപ്പാൻ്റെ ഈ സ്വഭാവം പെരുമാറ്റമൊക്കെ. അതുകൊണ്ട് എന്തൊരു അവസ്ഥയാണ് അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം 12 വയസ്സ് 8 വയസ്സായ കുട്ടികളാണുള്ളത്. ഇതൊക്കെ കണ്ട് വളരുന്നത് കൊണ്ട് തന്നെ ഏതൊരവസ്ഥയിലേക്ക് ഇനി ഞാൻ മാറണം, ഉപ്പാൻ്റെ അടുത്ത് തന്നെ നിൽക്കണോ, ഈ ഒരു അവസ്ഥ ഉപ്പാനോട് ഉപ്പാനെ പരിഗണിക്കാതെ ഉപ്പ എന്തെങ്കിലും പറഞ്ഞോട്ടെ ആ രൂപത്തിൽ തന്നെ പോകണോ, അതല്ല ഞാനവിടുന്ന് മാറി നിൽക്കണോ, എന്താണ് ഒരു പരിഹാരം? അവരുപ്പ ഈ പെണ്ണിൻ്റെ ഉപ്പയാണ്, സഹോദരിൻ്റെ ഉപ്പയാണ്. അവരെത്താണ് നിൽക്കണത്. ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ അവരിപ്പോൾ എന്താണ് അവരുടെ പ്രോബ്ലം? ഉപ്പ എപ്പോഴും ചീത്ത പറഞ്ഞു, ദേഷ്യപ്പെട്ടും ശാപവാക്കുകൾ പറഞ്ഞു. അവർക്ക് അവരുടെ ഉപ്പൻ്റെ കൂടെ ജീവിച്ചു പോകാൻ പറ്റണില്ല. ഭർത്താവ് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം തികച്ചും വ്യത്യസ്തമാണ്. ഇനി വാപ്പ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മളെ ഉപദ്രവിക്കേണ്ട വെച്ചിട്ട് നമുക്ക് അവരെ ഉപദ്രവിക്കാനോ പ്രതികരിക്കാനോ ഒന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവരുടെ ഒരു സ്വഭാവ നാച്ചുറാണ്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ ചികിത്സിക്കാൻ പോയാൽ നമ്മൾ സങ്കടമാവുക എന്നല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ വാപ്പയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, വാപ്പ പറയുന്ന കാര്യങ്ങളെ ഒന്നും അത്ര വലിയൊരു വിഷയമാക്കി എടുക്കാതെ അങ്ങ് നെവർ മൈൻഡാക്കി ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയൊരു സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാപ്പയല്ലേ, അപ്പം അത് മൂപ്പരെ എന്ത് ചെയ്യാൻ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് വിചാരിക്കല്ലാതെ. ഇവർക്ക് എന്താ വെച്ചാൽ ഇതിലൊരു പ്രയാസം, സ്വന്തം ഉപ്പ മോളെ പറ്റിയാണ് മോശമായ അവസ്ഥയിൽ പറയണത്. അത് ഭർത്താവിൻ്റെ പെങ്ങളെ ഭർത്താവ് അറിഞ്ഞു, അപ്പോൾ പിന്നെ ഭർത്താവ് അതറിഞ്ഞു. അപ്പോൾ ഉപ്പ തന്നെ സ്വന്തം മകളെക്കുറിച്ച് അങ്ങനെ മോശമായൊരവസ്ഥയൊക്കെ പറയുമ്പോഴൊരു പ്രയാസം അവർക്ക് നല്ലോണ്ട്. എന്തായാലും നമ്മളെ പറ്റി ഇപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളങ്ങനെ ആണെങ്കിൽ മാത്രമല്ലേ നമ്മളങ്ങനെ അല്ലാതെ നമ്മളെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ആ സത്യം എന്ത് ചെയ്യും, തെളിയും. അങ്ങനെ വിചാരിക്കേണ്ടുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബോധപൂർവ്വം ഒന്നും ഒരാൾക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല. അവിടെ നമ്മളെ പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്.